ഇത് പുതുവെളിച്ചമാണ്. ഈ വീടിന്റെ അകത്ത് ഞാനൊരു അന്ധകാരം കാണുന്നു. ആ അന്ധകാരത്തെ ഇല്ലാതാക്കാൻ തീർച്ചയായും ഒരു പ്രഭ, ഒരു വെളിച്ചം അത് വരും. കുട്ടികളുടെ സന്തോഷമല്ലേ നമുക്ക് പിള്ളച്ചേട്ടാ വലുത്. അതെ അതെ, അതെന്തായാലും കൊള്ളാം. അല്ല, പപ്പി എവിടെ മോളെ? പപ്പി രോഹിതങ്ങളുടെ കൂടെ വരുന്നുണ്ട്. ആ, അയ്യോ, കരയില്ലേ വാവേ? കണ്ടില്ലേ, അത് അവരുടെ ലോകവാ. അവർക്കറിയാവുന്ന ഭാഷയിലൊക്കെ അവര് സംസാരിക്കുന്നുണ്ട്. ഹായ്. ഈ കാഴ്ച കാണുന്നതിനൊരു സന്തോഷല്ലേ. ഓ ഹായ്. എടോ പിള്ളേ, ഈ കൊച്ചിപ്പോ ഇവിടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടായി മാറിക്കൊണ്ടിരിക്കുക. ഇങ്ങിതാ. ഇത് വേണോ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? എന്റെ സാറേ, ഒരാലോചനയും വേണ്ട. വിഷക്കാ തന്നെ. പിന്നെ അത് മധുരിക്കുന്നു എന്ന് പറഞ്ഞ് ആരെങ്കിലും എടുത്തത് കഴിക്കോ? അങ്കിളെ, നമ്മള് വാങ്ങിച്ച കളിപ്പാട്ടങ്ങളൊക്കെ വാവയ്ക്ക് ഇഷ്ടപ്പെട്ടു. ആഹാ, വാവ അങ്ങനെ പറഞ്ഞോ? വാവ അങ്ങനെ പറഞ്ഞില്ല, പക്ഷേ വാവയുടെ മുഖം കണ്ടറിയാലോ. ഒരാലോചനയും വേണ്ട. നമ്മൾ തീരുമാനിച്ച കാര്യം നമ്മൾ നടത്തി തന്നെ ചെയ്യും. ദാ നോക്കേ. ഇഷ്ടപ്പെട്ടോ? പിടിച്ച് പിടിച്ച് പിടിച്ച്. എന്തോ കണ്ടോ? ആ ശിവനും അല്ല വിഷ്ണു കുഞ്ഞും ആ കുഞ്ഞിനെടുത്ത് കളിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. ചുമ്മാ ഇടൂ, ചുമ്മാ കരുതാകരുത് വളയ്ക്കാതെ. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. എന്തിനാ മൂർത്തി ഇങ്ങനെ അകത്ത് തന്നെ ഒറ്റയ്ക്കിരിക്കുന്നെ? ആരാ അല്പം മുമ്പ് അവിടെ വന്നത്? അതാ തോമസ് ഏട്ടന്. അച്ഛന്റെ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി വന്നതാ. മൂർത്തിയെ തിരക്കിയായിരുന്നു. ഞാൻ ഉറങ്ങുവാണെന്ന് പറഞ്ഞു. ജീവിതത്തിൽ പരാജയപ്പെട്ടവന്റെ ഏക തൊഴിലാ മദ്യപാനം, ഉറക്കവും. രണ്ടും വീടിനകത്തിരുന്ന് ചെയ്യാവുന്ന പണിയായതുകൊണ്ട് ആരെയും ഫേസ് ചെയ്യണ്ടല്ലോ. മറ്റുള്ളവരിൽ നിന്നും ഓടി ഒളിക്കുമ്പോഴാ നമ്മൾ തീർത്തും ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നുന്നേ. എന്തിനാ ഇങ്ങനെ പതുങ്ങി ഒളിച്ചൊക്കെ ജീവിക്കുന്നെ? ബിസിനസ്സിലെ പരാജയവും വിജയവും എല്ലാം ഉണ്ടാവും. ആ പരാജയത്തിന്റെ വഴികൾ മനസ്സിലാക്കി വിജയം ഉണ്ടാക്കുക നമ്മൾ ചെയ്യേണ്ടത്. ഒഴിഞ്ഞു മാറി നിൽക്കല്ല വേണ്ടത്, ഉണർന്ന് പ്രവർത്തിക്കാ വേണ്ടത്. എനിക്കിനി ആകെയുള്ള പ്രതീക്ഷ ദുബായിലേക്ക് ചരക്കൊണ്ടുപോയ നമ്മുടെ ഷിപ്പിലാണ്. അതെവിടെ എത്തിയാൽ എൻ്റെ എല്ലാ കടങ്ങളും തീരും, സേഫാവും. ഒരപകടവും കൂടാതെ അതവിടെ എത്താൻ താൻ പ്രാർത്ഥിക്കണം. തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, താൻ വിശ്വസിക്കുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ അവസാന പ്രതീക്ഷ അത്. എന്റെ പ്രാർത്ഥന മുഴുവൻ ഇപ്പൊ എന്നെക്കുറിച്ചൊന്നും അല്ല, മൂർത്തിയെക്കുറിച്ച് മാത്രമാ. പിന്നെ എനിക്ക് മാത്രമായിട്ട് ദൈവങ്ങളുമില്ല. ഉള്ളതൊക്കെ നമുക്ക് രണ്ടുപേർക്കും കൂടി വിളിക്കാനുള്ളതാ. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് വിളിച്ചത് കൊണ്ടാവാം ഈ കുഞ്ഞിന്റെ കാര്യം നമുക്ക് മുന്നിലേക്ക് വന്നത്. പോണ്ടേ നമുക്ക് ആ കുഞ്ഞിനെ കാണാൻ? നാളെ പോയാലോ? എന്തിനാണ് ഈ ദുരിതത്തിലേക്ക് എവിടെ കിടക്കുന്ന ഒരു കുഞ്ഞിനെ കൂടി കൊണ്ടുവരുന്നത്? അത് മൂർത്തി. ഇതാ കണ്ടില്ലേ, കരണ്ട് പോലും പോയി.
ഈ ഒരു ദുരിതത്തിലേക്ക് കൊണ്ടുവന്ന് ആ കുഞ്ഞിന്റെ ശാപം കൂടി വാങ്ങിച്ചു കൂട്ടണോ നമുക്ക്? ചിലപ്പോ ആ കുഞ്ഞിന്റെ വരവോട് കൂടി എല്ലാം മാറിയാലോ? മക്കളെ, ദേ സുബ്രഹ്മണ്യൻ തിരുമുൽപ്പാട് വിളിച്ചിരുന്നോ? ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അന്ധകാരമെന്നാൽ വെളിച്ചമില്ലായ്മ, ഇരുട്ട് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇരുട്ട് പലരിലും ഭയവും മാനസിക സമ്മർദ്ദവും കൂട്ടും. ഇവിടെ വന്നു നിൽക്കുന്ന പലരിലും ഞാൻ ആ ഭയവും ആശങ്കയും കാണുന്നു. ഇത് പൂർണ്ണമായി മാറണമെങ്കിൽ വെളിച്ചം വന്നേ മതിയാകൂ. കറണ്ട് വന്നല്ലോ. ഇത് പുതുവെളിച്ചമാണ്. ഈ വീടിന്റെ അകത്ത് ഞാനൊരു അന്ധകാരം കാണുന്നു. ആ അന്ധകാരത്തെ ഇല്ലാതാക്കാൻ തീർച്ചയായും ഒരു പ്രഭ, ഒരു വെളിച്ചം അത് വരും. മൂർത്തി, ഈ പുതുമന വീട്ടിൽ പ്രതീക്ഷിക്കാത്തത് പലതും സംഭവിക്കാൻ പോകുന്നു. കഷ്ടതകൾ മാറാൻ പോകുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരാൻ പോകുന്നു. സുഖസുന്ദരമായൊരു പുതുജീവിതത്തിന് നിങ്ങൾ സാക്ഷിയാകാൻ പോകുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞു. നമ്മളുടെ രണ്ടുപേരുടെയും വരുമാനം ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് എല്ലാ കടങ്ങളും വീട്ടാം. കടങ്ങൾ കുറഞ്ഞാൽ തന്നെ പകുതി സമാധാനം കിട്ടും. ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. ഞാൻ രാവിലെ മുതൽ ശാന്തച്ചി ശ്രദ്ധിക്കുന്നു. എന്തോ ഒരു അസ്വസ്ഥത പോലെ. ഏയ്, പൊന്നിക്ക് തോന്നുന്നതാ. ഞാനേ ഇവളെ ഒന്ന് ഓർക്കട്ടെ. കുറുക്കുണ്ടാക്കിയായിരുന്നു പൊന്നി? ചിലപ്പോ വിശക്കുന്നുണ്ടായിരിക്കും, അതാ ചെറിയ ചിണങ്ങലൊക്കെ. ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. കുഞ്ഞുമാവേ, കൂർക്ക് ഇപ്പൊ കൊണ്ടുവരാമേ. ഉമ്മ